ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനും ഇനി ഒരു വാഹനം നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് ടിപ്സ് അല്ലെങ്കിൽ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടിപ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു വണ്ടി അപകടമില്ലാതെ അല്ലെങ്കിൽ ഒരു വാഹനത്തെ സേഫായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ നിലനിർത്തുക എന്നുള്ളത്. ഒട്ടുമിക്ക ആൾക്കാരും ഒരു വാഹനത്തിൽ ശ്രദ്ധയോടെ കാണാത്ത ഒരു കാര്യമാണ് ടയറിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാറില്ല. ടയറിന് അത്യാവശ്യം കട്ട ടയറാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ടയർ കുഴപ്പമില്ല, ഇത് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ് പല ആൾക്കാർക്കുള്ളത്. എന്നാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിന് ഞാൻ പറയുന്ന തരത്തിലുള്ള പ്രോബ്ലങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ടയർ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ എങ്ങനെ നിലനിർത്താം, അതുപോലെ തന്നെ എത്ര ടൈം കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ടയർ റീപ്ലേസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പുതിയ ടയർ മേടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പഴയ ടയറാണോ, കാരണം ടയർ പുതിയതായിരിക്കും, കണ്ടു കഴിഞ്ഞാൽ പുതിയതായിട്ട് തോന്നും, പക്ഷെങ്കിൽ ഇത് പുതിയ ടയറാണോ, ഈ വർഷത്തിൽ നിർമ്മിച്ച ടയറാണോ എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ബേസിക് ആയിട്ട് നമ്മൾ ടയറുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ടയേഴ്സ് എത്ര തരമുണ്ട്. HT, AT, പിന്നെ വരുന്നതാണ് റൺ ഫ്ലാറ്റ് ടയേഴ്സ്. HT എന്ന് പറഞ്ഞാൽ ഹൈവേ ടയേഴ്സ്, AT എന്ന് പറഞ്ഞാൽ ഓൾ ടെറൈൻ ടയേഴ്സ്. റൺ ഫ്ലാറ്റ് ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പ്രീമിയം കാർസിലൊക്കെ കാണുന്നത്, ഇപ്പോൾ ബെൻസ്, BMW പോലെയുള്ള വണ്ടികളിലൊക്കെ കാണുന്ന ടയേഴ്സാണ് റൺ ഫ്ലാറ്റ് ടയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതായത് HT ടയേഴ്സ് സാധാരണ ഹൈവേ പോലെയുള്ള റോഡുകളിൽ നമ്മൾ കൂടുതൽ അത്തരത്തിലുള്ള റോഡിലാണ് നമ്മുടെ ഡ്രൈവ് വരുന്നതെങ്കിൽ നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടയറാണ്. എന്നാൽ AT അപേക്ഷിച്ച് കുറച്ച് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം മറ്റു റോഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് AT ടയേഴ്സാണ് നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ടയർ. ഓൾ ടെറൈൻ ടയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി റൺ ഫ്ലാറ്റ് ടയേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രീമിയം കാർസിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ടയറുകൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ടയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടയറിൻ്റെ വശങ്ങളിൽ കുറച്ച് തിക്കായിരിക്കും, കട്ടി ഉള്ള ഒരു ഭാഗമായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഞ്ചറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ടയറിന് സംഭവിച്ചാൽ പോലും ഒരു 15-20 കിലോമീറ്റർ വേഗതയിൽ നമ്മളോട് വാഹനം ഓടിച്ച് നമുക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ എത്താനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണോ അവിടെ നമുക്ക് കറക്റ്റായിട്ട് എത്തിച്ചേരാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ ഏത് ടയറാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AT ടയേഴ്സ്, ഓൾ ടെറൈൻ ടയേഴ്സ് മേടിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ കേരളത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള റോഡുകളും ഉണ്ട്, നമ്മൾ വണ്ടിയായിട്ട് എല്ലാ സാഹചര്യങ്ങളിലൂടെയും ഡ്രൈവ് ചെയ്യേണ്ടി വരും. അപ്പോൾ AT ടയേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ നിലനിർത്താനായിട്ട് ടയറിൽ എയർ ഫില്ല് ചെയ്യുന്നതുമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ നിലനിർത്താനായിട്ട് നൈട്രജൻ ആണോ നല്ലത് അതോ നോർമൽ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ആണോ നല്ലത്. അതിനുള്ളൊരു ഉത്തരമെന്ന് പറയുന്നത് നൈട്രജൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ നൈട്രജൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ടയറിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചറിനെയൊക്കെ പ്രത്യേക രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു കഴിവ് നൈട്രജന് ഉണ്ട്. അതുകൊണ്ട് നൈട്രജൻ ഫില്ല് ചെയ്യുന്നതാണ് നമ്മളുടെ ടയറിൻ്റെ ദീർഘായുസിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ചോദ്യം ഒരുപാട് പേർക്കുണ്ടാകും, നമ്മൾ ഇത്തരത്തിൽ നൈട്രജൻ ഫില്ല് ചെയ്ത് ഒരു ഡ്രൈവ് പോയി തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ വണ്ടിയുടെ ടയറിൻ്റെ എയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈട്രജൻ ലഭിച്ചില്ല, സാധാ കംപ്രസ്ഡ് എയർ ആണ് ലഭിക്കുന്നതെങ്കിൽ അത് ഫില്ല് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. കാരണം നൈട്രജൻ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് 100% നൈട്രജൻ അല്ല ടയറിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാകുന്നത്. അവിടെ നമുക്ക് ഓക്സിജനും മറ്റ് ഈർപ്പമുള്ള കണങ്ങളും എന്തായാലും ടയറിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. 100% നൈട്രജൻ അല്ല വരുന്നത്. അതുകൊണ്ട് നോർമൽ കംപ്രസ്ഡ് എയർ ഫില്ല് ചെയ്താൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. ഇനി നോർമൽ എയർ മാത്രം ഫില്ല് ചെയ്താലുള്ള ദോഷങ്ങൾ എന്തെല്ലാം? ദോഷങ്ങളെന്ന് പറയുന്നത് ഇതിനകത്ത് ഓക്സിജൻ്റെ അളവും മറ്റ് ഈർപ്പമുള്ള കണങ്ങളുടെ അളവും കൂടുതലായിട്ടുള്ളത് കൊണ്ട് ടയറിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനും ചെറിയ ക്രാക്കുകളൊക്കെ വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രജൻ തന്നെ ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എല്ലാ വാഹനത്തിൻ്റെയും ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് ഡോർ പാഡിൻ്റെ ഈ ഒരു ഭാഗത്ത്
ഒരു ടയർ പേ കാർഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, അറിയത്തില്ലാത്തവരൊന്ന് നോക്കുക. ഈ ടയർ പേ കാർഡിൽ ടയറിൻ്റെ പ്രഷർ എത്രത്തോളം, ഫ്രണ്ട് റിയർ, ഇപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് 30 PSI ആണ് വേണ്ടത്. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ടയർ സൈസ് 145/80R12 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ വാഹനങ്ങളിൽ, സെഡാന്, ഹാച്ച് പാക്ക്, ചെറിയ വാഹനങ്ങളിൽ ആണെന്നുണ്ടെങ്കിൽ 28 മുതൽ 30 PSI വരെ നമുക്ക് എയർ ഫില്ല് ചെയ്യുന്നതിൽ പ്രോബ്ലമില്ല. ഇനി കുറച്ചും കൂടെ വലിയ വാഹനങ്ങളാണ്, ഉദാഹരണം പറയാം കോമ്പാക്റ്റ് SUV അല്ലെങ്കിൽ SUV സെഗ്മെൻറ്റിൽ പെടുന്ന അത്തരത്തിലുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 മുതൽ 32 PSI വരെ എയർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. നമ്മുടെ വാഹനത്തിൽ പുതിയൊരു ടയർ മേടിക്കുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പല ആൾക്കാർക്കും ഒരു വണ്ടിയുടെ ടയർ തീർന്നു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ ചെന്ന് ടയറിൻ്റെ പുതുമ നോക്കിയിട്ട്, അതായത് കാണുന്ന ടയറിൻ്റെ പുതുമ നോക്കിയിട്ട് ടയർ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ കട്ട ടയർ നോക്കി മേടിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ ടയർ ഏത് ഇയറിൽ നിർമ്മിച്ചതാണ്, ഏത് മാസത്തിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്ക് ടയറിൽ തന്നെ കാണാനായിട്ട് കഴിയും. അത് നോക്കിയിട്ട് നിങ്ങൾ ടയർ മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഈ വാഹനത്തിൻ്റെ ടയർ ആണെന്നുണ്ടെങ്കിൽ ഇത് നിർമ്മിച്ചേക്കുന്നതിൻ്റെ ഒരു ഡേറ്റ് കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 40ാമത്തെ ആഴ്ച 22, അതായത് 2022 നിർമ്മിച്ചേക്കുന്ന ഒരു ടയറാണ്. അപ്പോൾ അത് 40-22 എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ടയറിൻ്റെ സൈസ്, അതും ടയറിൽ തന്നെ 145/80R12 എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മൾ ടയർ മേടിക്കുന്ന സമയത്ത് മറ്റുപയോഗിച്ചേക്കുന്നത് ഏത് കമ്പനിയുടെ ടയർ ആണോ ആ സെയിം തന്നെ മേടിച്ച് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. മറ്റൊരു കമ്പനിയുടെ വരുമ്പോൾ അതിൽ ഡിസൈനിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. അതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ടയറിൻ്റെ കണ്ടീഷനെയും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കാര്യങ്ങളെയൊക്കെ ഒരു പരിധിവരെയൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യത ചെറുതായിട്ടെങ്കിലും ഉണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായി. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ മുഖാന്തരം അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു ടയർ മേടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇങ്ങനെ നോക്കി മേടിക്കുക. ഇനി രണ്ടാമത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനൊരു ഉദാഹരണം പറയാം. പല ആൾക്കാരും ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ വണ്ടി ഒരുപാട് ഓടിയിട്ടില്ല, ഇത്ര കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ ടയർ കണ്ടീഷനാണ്, എല്ലാ കാര്യങ്ങളും കണ്ടീഷനാണെന്ന് പറയാറുണ്ട്. എന്നാൽ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വണ്ടിയുടെ ടയറിൻ്റെ സൈഡ് പ്രൊഫൈലിൽ ചെറിയ ക്രാക്കുകൾ വീണത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ക്രാക്കുകൾ ഉണ്ടെങ്കിൽ ആ ടയർ കീറിപ്പോകാൻ സാധ്യതയുണ്ട്, ഡ്രൈവിങ്ങിൽ കീറിപ്പോകാൻ സാധ്യതയുണ്ട്, ബൾജായിട്ട് വന്ന് ഇത് പൊട്ടിത്തെറിച്ച് പോകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഒരു ടയർ മേടിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ പരമാവധി ഒരു 3 കൊല്ലം അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 കൊല്ലത്തിൽ കൂടുതൽ ടയർ ഉപയോഗിക്കാൻ പാടില്ല. റീപ്ലേസ് ചെയ്തേക്കുക. എത്ര കട്ടയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കട്ട ടയറിലല്ല കാര്യം. ആ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ പിന്നീട് ആ ഒരു ടയർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ എത്ര ഓടിക്കഴിഞ്ഞാൽ, അതായത് ഒരുപാട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ടല്ലോ, ഒരു ദിവസം തന്നെ കൂടുതൽ കിലോമീറ്റർ ഓടുന്ന വാഹനങ്ങൾ, അത്തരത്തിലുള്ള വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ തന്നെ ടയർ തീരും. അപ്പോൾ ആ ടയർ എത്രത്തോളം വന്നു കഴിഞ്ഞാൽ പുതിയത് മാറണം. അതിന് നമുക്ക് ടയറിൽ തന്നെ ഒരു ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അതായത് ടയറിന് കുറുകെ വന്നേക്കുന്ന ഒരു ത്രെഡ് ഇൻഡിക്കേഷൻ ലൈൻ. ആ ഇൻഡിക്കേഷൻ ലൈനിനോടടുത്ത് ടയർ ഓടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ടയർ നിർബന്ധമായിട്ട് മാറിയിരിക്കണം, പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പിന്നെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടയറിൻ്റെ കണ്ടീഷൻ നിലനിർത്താനായിട്ട് പരമാവധി ഒരു 5000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 4000 കിലോമീറ്റർ ആകുമ്പോൾ വണ്ടിയുടെ വീൽ ബാലൻസിങ്ങും അതുപോലെ തന്നെ അലൈൻമെൻറ്റും പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ റൊട്ടേഷൻ, അതായത് ടയർ നമുക്ക് തിരിച്ചിട്ട് നിറച്ച് നമുക്ക് തിരിച്ചിടേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ, അതായത് ടയറിന് വെട്ടിത്തേയ്മാനങ്ങൾ വരുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ അതും കൂടെ ഈ ഒരു ടൈമിൽ തന്നെ മാറ്റി ബാലൻസ് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്ത് വാഹനം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടെയുണ്ട്. അതും കൂടെ പ്രധാനമായിട്ടും ഒന്ന് ഓർക്കുക. ഒന്ന്, ടയറിൻ്റെ കണ്ടീഷൻ നിലനിർത്താനായിട്ട് നിർത്തിത്തിരിക്കുന്ന രീതികൾ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ വണ്ടി അനക്കി തന്നെ തിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇടത് വലത് ടേണുകൾ അല്ലെങ്കിൽ വാഹനം തിരിക്കുന്ന സമയങ്ങളിലൊക്കെ പരമാവധി അത് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നമ്മൾ വാഹനം ഹാഫ് ക്ലച്ചിലെടുക്കുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കയറ്റത് ഹാഫ് ക്ലച്ചിലെടുക്കുമ്പോൾ ഫ്രണ്ട് ടയർ ഒരുപാട് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സാണ് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. അത് ഒഴിവാക്കുക. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന്
ആവശ്യത്തിൻ്റെ ടയറിൻ്റെ കറക്കത്തെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് കറക്കി വാഹനത്തെ എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ വാഹനത്തെ എടുക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചെളി, ചരൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് വാഹനത്തിന് ടയറിനെ ഒരുപാടിട്ട് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും റിവേഴ്സ് വന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറി പോകുന്നതാണ് നല്ലത്. ചിലപ്പോൾ നമുക്ക് ചില വീടുകളിൽ ഈ മിറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും മിറ്റൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് വന്ന് ടയർ ചിലപ്പോൾ അവിടെ ബ്ലോക്കായിട്ട് അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ വീണ്ടും എടുക്കുന്ന സമയത്ത് ടയർ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഒരു രീതി ചെയ്യരുത്. റിവേഴ്സ് നേരെ ഇറങ്ങി വരിക, വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ കയറി പോവുക. അപ്പോൾ ആ ഒരു കാര്യം കൂടെ കൃത്യമായിട്ടും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ ടയറിൻ്റെ കണ്ടീഷൻ നിലനിർത്താനായിട്ട് ബേസിക്കായിട്ട് ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഞാൻ പല അറിവുകൾ പലതരത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചും അറിഞ്ഞുമൊക്കെയാണ് ഈ വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ എനിക്കും പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ അറിവ് ടയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അത് എനിക്കൊരു അറിവായി തീരും. ഒപ്പം മറ്റുള്ള ആൾക്കാർക്കും വീഡിയോ ഗുണമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.